ഒരുപാട് ജീവിതത്തിൻ്റെ ഒരുപാട് കാലം താങ്കൾ ജമാഅത്ത് ഇസ്ലാമിയുടെ സഹയാത്രികനായിരുന്നു. ജമാഅത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായിട്ടാണ് താങ്കൾ മുന്നോട്ട് പോയിരുന്നത്. മൗലാന മൗദൂദിയെ കുറിച്ചൊക്കെയാണ് പറയാനുണ്ടായിരുന്നത്. ജമാഅത്ത് ഇസ്ലാമിയുമായും മൗദൂദിയുമായും മൗദൂദ് സാഹിബിൻ്റെ വിശ്വാസങ്ങളുമായും ആശയങ്ങളുമായിട്ടൊക്കെ താങ്കൾ വല്ലാതെ അകന്നു പോയിരുന്നു. ആ അകൽച്ച ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? ഞാൻ ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല, മതസംഘടനകളെ മൊത്തത്തിലേ പറയേണ്ടത്. കാരണം ഞാൻ തുടക്കത്തിൽ മുജാഹിദ് ആശയക്കാരനായിരുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യകാലങ്ങളിൽ മുജാഹിദ് ആശയക്കാരനായിട്ടാണ് ഞാൻ പിക്ചറിൽ വരുന്നത്. ഞാൻ ഇതിന് മുമ്പോഴൊക്കെ ഞാൻ ഒരു മുജാഹിദായിരുന്നു. അപ്പോൾ ആ മുജാഹിദ് ആശയവും തുടർന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയമൊക്കെ ഒരു പാർട്ടി എന്നുള്ള നിലക്ക് ഞാൻ അവരെ സമീപിച്ചിട്ടില്ല. പാർട്ടിയുടെ വിധിവിലക്കുകളുണ്ടല്ലോ, പാർട്ടിയുടെ വിധിവിലക്കുകൾ, അതിലേക്കൊന്നും ഞാനൊരിക്കലും മുഖം കൊടുത്തിട്ടില്ല. പാർട്ടിയിൽ കൂടി ഇസ്ലാമിനെ മനസ്സിലാക്കുവാൻ തീവ്രമായ ശ്രമം ചെയ്തിട്ടുണ്ട്. അത് എനിക്കന്ന് കിട്ടിയ നേതാക്കന്മാർ ആ കാഴ്ചപ്പാടുള്ളവരായിരുന്നു. ഇസ്ലാമിന് മുൻതൂക്കം കൊടുക്കുന്ന, സുന്നത്തിന് പ്രാമുഖ്യം കൊടുക്കുന്ന, ഖുർആനെ 100% പിന്നെ ഫോക്കസ് ചെയ്യുന്ന വിധത്തിലുള്ള ആളുകളായിരുന്നു. അതുകൊണ്ട് മൗലാന മൗദൂദ് സാഹിബിനെ ഞാൻ നേരിൽ കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിൽ കൂടി ഒരു ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ട ശ്രമമൊന്നും എൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ ആയപ്പോഴും അവരിൽ കൂടി ഇസ്ലാമിനെ മനസ്സിലാക്കുവാൻ തീവ്രമായ ശ്രമം ഞാൻ ചെയ്തിരുന്നു. അത് മെയിനായിട്ട് 1965 മുതൽ 95 വരെ 30 കൊല്ലം ഞാൻ KC അബ്ദുള്ള മൗലവിയുടെ കൂടെയായിരുന്നു. അപ്പോൾ KC അബ്ദുള്ള മൗലവി ഒരിക്കലെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം ഒരിക്കലും എന്നോട് സംസാരിച്ചിട്ടില്ല. സംസാരിക്കുമ്പോഴൊക്കെ ഇസ്ലാമിൻ്റെ കാര്യവും ഇസ്ലാമാകുമ്പോൾ എങ്ങനെയൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെ ക്വാളിറ്റിയാണ് ഉണ്ടായിരിക്കേണ്ടത് എന്നതിലുള്ളതിൻ്റെ സൂചനകൾ എനിക്ക് പറഞ്ഞു തന്നിട്ടൊക്കെ ഉണ്ട്, ഞാൻ പഠിച്ചിട്ടുമുണ്ട്. അതേ സമയത്ത് ഞാൻ ഒരു PK മുഹമ്മദ് മൗലവി എന്ന് പറഞ്ഞ ഒരു പഴയ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ, അയാൾ ജമാഅത്തെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ്. അയാളുടേതായ കാരണങ്ങൾക്ക് അദ്ദേഹം 30 കൊല്ലം എൻ്റെ കൂടെ ജീവിച്ചിരുന്നു, എൻ്റെ വീട്ടിൽ. അദ്ദേഹത്തിൽ കൂടി ഇസ്ലാമിനെ അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമെ ഞാൻ വളരെ അടുത്തറിഞ്ഞു, വളരെ അടുത്ത്. അപ്പോൾ എൻ്റെ ജീവിതത്തിലും ആ സ്വാധീനം വല്ലാതെ ഉണ്ടായി, ഇസ്ലാമിനോടുള്ള സ്വാധീനം. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ മകൾ ആജിറ എന്ന് പറഞ്ഞ ഒരു മോളുണ്ട്. നമുക്ക് 11 വയസ്സുള്ളപ്പോൾ എൻ്റെ കുടുംബം കണ്ണൂരേക്ക് പോയി. അപ്പോൾ ഇവർക്ക് എന്തോ ക്ലാസ്സുള്ളത് കൊണ്ട് പോകാൻ കഴിയില്ല. രാത്രി ആയപ്പം PK മുഹമ്മദ് മൗലവി എന്നോട് ചോദിച്ചു, ഹാജി സാഹിബ് ഹാജുവിനെ എവിടെയാണ് കിടത്തുക എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ. പറ്റൂലല്ലോ. ഞാൻ എന്താ, അള്ളാഹിൻ്റെ റസൂൽ അനുവദിച്ചിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു മൗലവി എന്താ ഇത് കഥ, പിന്നെ എന്താ ചെയ്യുക, അത് ഞാനല്ലല്ലോ പറയേണ്ടത്. അവസാനം നിക്കക്കള്ളിയിൽ വന്നപ്പം എൻ്റെ മകളെ പണിക്കാർത്തിയുടെ കൂടെ കൊണ്ടുപോയി കിടത്തി. പിറ്റേന്ന് രാവിലെ 11 മണിയുടെ വണ്ടിക്ക് ഞാൻ അവളെയും കൂട്ടി കണ്ണൂരേക്ക് പോയി. മൗലവി ഞാൻ ഒന്ന് കണ്ണൂർ പോയിട്ട് ഇവളെ ഉമ്മാൻ്റെ അടുത്ത് ആക്കി കൊടുത്തിട്ട് വൈകുന്നേരം തന്നെ തിരിച്ചു വരാതെ. അതെന്താ? ഞാൻ പറഞ്ഞു ഇവളെ കൂടെ കിടത്താൻ പാടില്ലെന്ന് മൗലവി അല്ലല്ലോ പറയുന്നത്, അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു എന്നാണ് പറയേണ്ടത്. അപ്പോൾ അത്രത്തോളം കാര്യങ്ങളിൽ എന്നിൽ സൂക്ഷ്മത ഉണ്ടാക്കിയത് ഈ PK മുഹമ്മദ് മൗലവിയാണ് എനിക്ക് പറഞ്ഞു തന്നത്. അപ്പം ജീവിതത്തിൽ മാതൃകയാക്കേണ്ടത് നബിയെ മാത്രമാണെന്നും നബിയെ അല്ലാതെ ആരെയും മാതൃകയാക്കരുതെന്നും നബിയുടെ ശാസനകൾ 100% നമ്മൾ ജീവിതത്തിൽ പകർത്തണമെന്നും അങ്ങനെ ജീവിതത്തെ ഇസ്ലാമികമാക്കണമെന്നൊക്കെയുള്ള ഒരു പ്രാഥമിക പഠനങ്ങൾ എനിക്കുണ്ടായത് അദ്ദേഹത്തിൽ നിന്നാണ്. അപ്പോൾ ആ പഠനങ്ങളിൽ കൂടിയാണ് ഞാൻ പാർട്ടിയെയും പിന്നീട്
വിലയിരുത്തിയത്. പാർട്ടിയെ സമീപിച്ചതൊക്കെ ഇല്ലില്ല, ഇവർ ഇസ്ലാമിനെതിരാകുന്നുണ്ടല്ലോ. ഇസ്ലാമിനെതിരാകുമ്പോൾ ഇസ്ലാമിൻ്റെ ആളാകുമ്പോൾ ഉണ്ടാകേണ്ട ക്വാളിറ്റി ഉണ്ടല്ലോ, അത് എനിക്ക് ദർശിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇപ്പം ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം പറയുകയാണ്, ഇപ്പം മുജാഹിദിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മുജാഹിദ് പള്ളിയിലായിരുന്നു എൻ്റെ ആദ്യത്തെ 10-18 കൊല്ലം, 58, 83, 25 കൊല്ലം. അപ്പോൾ ആ പള്ളിയിലാണ് ഞാൻ ജമാഅത്തെ ഇസ്ലാമിക്കാരനായ PV കുഞ്ഞ് മൊയ്തവഴി ഖത്തീബായിട്ട് നിയമിച്ചത്. ഞാൻ ആക്ടിങ് മുത്തവല്ലിയാണ്. ഖത്തീബായിട്ട് നിയമിച്ചപ്പോൾ ഉമർ മൗലവി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ്റെ പ്രേരണയ്ക്ക് വിധേയനായിട്ട് ഒറിജിനൽ മുത്തവല്ലിയുടെ മകൻ ബാബു സേട്ടു പ്രശ്നങ്ങളുണ്ടാക്കി, മൗലവിനെ ഒഴിവാക്കണമെന്നുള്ള എത്തി. അപ്പോൾ പിന്നീട് അവർ കുറച്ച് ഗുണ്ടായുസൊക്കെ കാണിച്ചു. പക്ഷേ മൗലവി വേറെ ഉത്തരവാദപ്പെട്ട മാന്യ വ്യക്തിയുടെ ഇടപെടൽ പ്രകാരം മൗലവി ഒരു വഴക്കിനും നിൽക്കാണ്ട് ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഊഴം വരികയാണ്. അപ്പോഴത്തേക്ക് ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഫുൾ ടൈം അനുഭാവിയായി. ജമാഅത്തെ ഇസ്ലാമി തന്നെ എൻ്റെ കാര്യമായ ജീവിത ലക്ഷ്യം. അതിൻ്റെ അനുഭാവിയായിട്ട് ജമാഅത്തിന് വേണ്ടി എന്ത് ത്യാഗവും ഞാൻ ചെയ്യുമായിരുന്നു. 1975 എമർജൻസി വന്നപ്പോൾ എന്നെ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ കമ്മീഷണർ ഓഫീസിൽ പോയപ്പോൾ കമ്മീഷണർ തോമസ് പാസ്കൽ, അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം എന്നെ അടുത്ത് വിളിപ്പിച്ചു. പറ ഹാജി, എന്താ നിങ്ങളുടെ വിഷയം? ഞാൻ ഒരു വിഷയമില്ല സാർ. പിന്നെ എന്തിനാണ് ഇവിടെ വന്നത്? ഞാൻ വന്നതല്ലല്ലോ, സാറിൻ്റെ ആളുകൾ എന്നെ പിടിച്ചുകൊണ്ട് വന്നതല്ലേ, അതെന്തിനാണ് കൊണ്ടുവന്നതെന്ന് അതിന് അവരോടല്ലോ ചോദിക്കേണ്ടത്. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളെ അങ്ങനെ വിടാൻ പറ്റില്ല, ഈ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് നിങ്ങളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ജമാഅത്തെ ഇസ്ലാമിയിൽ അംഗവുമല്ല, അതിൻ്റെ പ്രവർത്തകനുമല്ല, ഒന്നുമല്ല. പിന്നെന്തിനാണ് നിങ്ങൾ ഇവരെ കൂടെ കൂടിയത്? ഇവർ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പണിയെടുക്കുന്ന സ്വാത്വികരായ നല്ല മനുഷ്യരാണ്. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ സർവീസ് ചെയ്ത് കൊടുത്താൽ അത് അള്ളാഹുവിൻ്റെ സന്നിധിയിൽ എനിക്ക് പുണ്യം കിട്ടും. ആ വിശ്വാസത്തിൽ ഞാൻ ഇവർക്ക് സേവനം ചെയ്ത് കൊടുക്കലുണ്ട്, തുടർച്ചയായ സേവനം. ഞാൻ ചെയ്തു കൊടുത്തിട്ടില്ലാത്ത ഒരു സേവനവും ഇല്ല. അത് തന്നെയാണ് കാര്യമെന്ന് അതവിടെ നിർത്താം. അപ്പോൾ ആ നിലവാരത്തിൽ ഞാൻ അവർക്ക് സേവനം ചെയ്ത് കൊടുക്കല്, പിന്നെ ഫുൾ ടൈം സേവനമായി. അവർക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ ഞാൻ തയ്യാറായിരുന്നു. അവർക്കെതിരായിട്ട് മദീന മസ്ജിദ് ഉണ്ടാക്കി. ഞാൻ ഇസ്ലാമിക് സെൻറ്റർ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിൽ അവർ കാണിച്ചിരിക്കുന്ന വൃത്തികേടുകൾ, കൊള്ളതായികൾ, വഞ്ചന, കാപട്യം, അത് ബോധ്യപ്പെട്ടിട്ട് ഞാൻ സ്വന്തമായിട്ട് പള്ളി ഉണ്ടാക്കി, മദീന മസ്ജിദ്. അവിടെ അവരെ തൊടിയിച്ചില്ല. പക്ഷെ ആ പള്ളിയിലെ മതകാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ നിയോഗിച്ചത് ജമാഅത്തെ ഇസ്ലാമിക്കാരനെയാണ്. പലരും ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് പാർട്ടി അടിസ്ഥാനമല്ലേ, ഇത് വ്യക്തികളെയാണ് ഞാൻ നിയമിക്കുന്നത് എന്നെല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയത്. ബാക്കി പിന്നെ പറയാം. ആ അവസ്ഥയിൽ ജമാഅത്തെ ഇസ്ലാമി പിന്നീട് മർഹൂം പള്ളുരുത്തിയായി എന്നോട് പറഞ്ഞ പോലെ കള്ള കമ്പനി എന്നാ പരിചയപ്പെടുത്തിയത്. അപ്പോൾ KC അബ്ദുള്ള മൗലവി എന്ന് പറഞ്ഞ അമീർ എന്നോട് പറഞ്ഞത്, ജമാഅത്തെ ഇസ്ലാമിയിൽ ആകെ ഒരംഗമേ ഉള്ളൂ, അത് പള്ളുരുത്തിയാജിയാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞ പള്ളുരുത്തിയാജി എന്നോട് പറയാണ്, സായിപ്പേ നിങ്ങളുടെ KC അബ്ദുള്ളയും TK അബ്ദുള്ളയും ഒക്കെ കള്ള കമ്പനി. അപ്പം ഞാൻ ഞെട്ടിപ്പോയി. എന്നിട്ട് പറഞ്ഞ്, സായിപ്പേ ഞാൻ അറിയുന്നതൊന്നും നിങ്ങൾ അറിയില്ല, നിങ്ങൾ ഇതിൻ്റെ പുറത്തുള്ള ആളാണ്, ഞാനിതിൻ്റെ അകത്തുള്ള ആളാണ്, അതുകൊണ്ടാണ് പറയുന്നത്, വളരെ സൂക്ഷിച്ചോളണം. അപ്പോൾ അത് ആദ്യം അങ്ങനെ തമാശ പോലെ പറഞ്ഞെങ്കിലും പിന്നീട് എനിക്ക് വളരെ കാര്യമായിട്ട് ബോധ്യപ്പെട്ടു, കള്ളക്കമ്പനി തന്നെ. അത് എൻ്റെ ജീവിതത്തിൽ ശരിക്കും എനിക്ക് ബോധ്യമായി. കാരണം പിന്നീടുണ്ടായ സംഭവങ്ങൾ, മദീന മസ്ജിദ് പിടിച്ചെടുക്കാനൊക്കെ
അവർ കാണിച്ചിരിക്കുന്ന അങ്ങേയറ്റത്തെ ആ ജുഗുപ്സാവഹമായ ആ ഗുണ്ടായുസ് ഉണ്ടല്ലോ, അത് ആരാ ന്യായീകരിക്കാൻ പറ്റുക? പാർട്ടി ഒന്നടങ്കം ഉൾപ്പെട്ടുകൊണ്ടാണല്ലോ എൻ്റെ ഒരു അലമാരി കുത്തിപ്പൊളിച്ചിട്ട് അതിലുള്ള മുഴുവൻ ഡോക്യുമെൻസും പാതിരാക്കി കവർ ചെയ്ത് കൊണ്ടുപോയത്. കവർ ചെയ്ത് കൊണ്ടുപോയിട്ട് ഒരു തുമ്പുമില്ലാത്ത കേസായിട്ട് അവസാനം അതിൽപ്പെട്ട ഒരു നല്ല വ്യക്തി അമീർ ആരിഫ് അലി സാഹിബ്, അദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷി പിടച്ചത് കൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു അത് കവർ ചെയ്ത് കൊണ്ടുപോയത് എൻ്റെ ആളുകൾ തന്നെയായിരുന്നു. മനസ്സിലായ? അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ആ വിഷയത്തിൽ ഒരു വൈരാഗ്യവും ഇല്ല കേട്ടോ. കാരണം എനിക്കൊരു കാര്യം അറിയാം, ഇത് പാർട്ടിയുടെ മീക്കാത്തി പ്രോഗ്രാമിലുള്ളതെല്ലാം എനിക്കറിയാം. പാർട്ടിയുടെ പോളിസി പ്രോഗ്രാമുകളുണ്ട്, അതായത് ഞാനും വായിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതിലൊന്നും ഇങ്ങനെ അന്യൻ്റെ മുതൽ കവർ ചെയ്ത് കൊണ്ടുപോകുന്നതിനെ പറ്റിയൊന്നും ഒരു തരത്തിലുള്ള സൂചനയില്ല എന്ന് മാത്രമല്ല, അതിനൊക്കെ ഘടകവിരുദ്ധമാണ് എന്നല്ല എനിക്കറിയാം. ഇത് പാർട്ടിയിൽ പെട്ടുപോയ വിവരദോഷികൾ അല്ലെങ്കിൽ പാർട്ടിയിൽ പെട്ടുപോയ ഈ കവലച്ചട്ടമ്പികൾ കാട്ടിക്കൂട്ടിയതാണ്. അതുകൊണ്ട് എനിക്ക് ആരോടും ഇപ്പോൾ വൈരാഗ്യമൊന്നും തോന്നുന്നില്ല. പിന്നെ അത് കൊണ്ടുപോയിട്ട് ഇപ്പോൾ 5-6 കൊല്ലമായി. ഇനിയിപ്പോൾ അത് താങ്കൾ മെനക്കേട്ടിട്ട് എനിക്ക് തിരിച്ചു തരികയാണെങ്കിൽ വേസ്റ്റ് പേപ്പറിൻ്റെ വിലയേ ഉള്ളൂ. അതിൻ്റെ വിലയൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഡോക്യുമെൻറ്റിൻ്റെ ഒറിജിനൽ വിലയൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് ഞാൻ അദ്ദേഹത്തോട് മറുപടി പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറയില്ല, ഞാൻ തീർച്ചയായിട്ടും എറണാകുളത്ത് വരും, അതിന് തുമ്പുണ്ടാക്കും എന്നെല്ലാം പറഞ്ഞ് ഞാൻ പറഞ്ഞു, ആ വിഷയത്തിൽ താങ്കൾ പിണറായി വിജയനെ കണ്ടു പഠിക്കണം. പെട്ടെന്ന് ചിരിച്ചിട്ട് ചോദിച്ച്, അതെന്താ അങ്ങനെ? ഞാൻ പറഞ്ഞ്, TP രാമകൃഷ്ണനെ വെട്ടിക്കൊന്നല്ലോ, 51 വെട്ട്. അത് പാർട്ടിയല്ല കൊന്നതെന്ന് തറപ്പിച്ച് പറയുന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയനാണ് ആധികാരികമായിട്ട് അറിയുക പാർട്ടിയാണ് അദ്ദേഹത്തെ കൊന്നത്. പക്ഷേ ഇങ്ങനെ പറയാവുള്ളൂ എന്ന് പിണറായി വിജയൻ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ തലയുണ്ടാവില്ല. അതുതന്നെ ഇവിടെയും സംഭവിക്കുക. അതുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തിട്ട് അതിൻ്റെ തുമ്പുണ്ടാക്കാൻ വേണ്ടി താങ്കൾ എറണാകുളത്ത് വരരുത്, ഞാൻ പൊരുത്തപ്പെട്ടുകൊള്ളാം. ഇതാണ് അതിൻ്റെ പ്രതികരണം. അപ്പോൾ അതൊക്കെ സംഭവിച്ചപ്പം അതെങ്ങനെയാണ് ഒരു ഇസ്ലാമിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കക്ഷിക്ക് സാധിക്കുക? മൻകാന യൂമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്ന വിശ്വാസത്തിൽ അധിഷ്ഠിതമായി നിൽക്കുന്ന ഒരു പാർട്ടിക്ക് ഇത്തരം കാര്യങ്ങളിൽ ഭാഗവാക്കാകാൻ പറ്റുമോ? നബിയുടെ അനുയായികൾക്ക് സാധിക്കുമോ? നബിയുടെ 23 കൊല്ലത്തെ ചരിത്രത്തിൽ എവിടെയെങ്കിലും അങ്ങനെ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? അപ്പോൾ അവർക്ക് ഇസ്ലാമുമായിട്ട് ആധികാരികമായ കുലബന്ധം പോലും ഇല്ല എന്നുള്ളതിൻ്റെ തെളിവാണത്. പിന്നെ പേരിന് ഞങ്ങൾ ഇസ്ലാമാണ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം ഭരിക്കുന്ന കക്ഷികളുമൊക്കെ പറയും നമ്മൾ ഇസ്ലാമിനോട് നമുക്ക് വലിയ അടുപ്പാന്ന് സ്നേഹാന്നെല്ലാം പറയുന്നില്ലേ, എന്നിട്ട് അടിയിലേക്ക് കൂടി പാറയും വെക്കുന്നില്ലേ. അത് നമ്മുടെ നാടിൻ്റെ ഇപ്പോഴത്തെ സെറ്റപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിലവരും പെട്ടുപോയി എന്നേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ഇസ്ലാമിക് സെൻറ്റർ ആധികാരികമായിട്ട് പ്രബോധനത്തിൽ ഡോക്യുമെൻ്റ് അവതരിപ്പിച്ചിട്ട് അവകാശപ്പെട്ടില്ലേ? അതൊക്കെ എങ്ങനെയാണ് കഴിയുക? അപ്പോൾ അത് മുഴുവൻ കളവാണ് എന്ന് ഇപ്പുറത്ത് KC അബ്ദുള്ള മൗലവി എന്നോട് പറയുന്നു. അപ്പോൾ രണ്ടും ഞാൻ തന്നെയാണല്ലോ കേൾക്കുന്നത്. അപ്പോൾ എവിടെയോ തകരാറുണ്ട് എന്ന് എനിക്ക് ഉത്തമ ബോധ്യമായി. ഇത് തീർച്ചയായിട്ടും ഇസ്ലാമല്ല, ഇത് വേറെ എന്തോ ആണ്. അപ്പോൾ പള്ളുരുത്തിയാജി പറഞ്ഞ കള്ള കമ്പനി അത് തന്നെ, അതെനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. പിന്നെ അതിൻ്റെ ഇസ്ലാമെന്ന് പേര് പറയുന്നതിന് തടസ്സമൊന്നുമില്ല, അതാർക്കും പറയാം.
ഇപ്പോൾ കാദിയാനി നമ്മൾ ഇസ്ലാമാന്ന് പറയുന്നില്ലേ, കാദിയാനികൾ നമ്മൾ ഇസ്ലാമികളാണല്ലേ പറയുന്നത്. മറ്റേ പാർട്ടി ഉണ്ടല്ലോ, ചേകന്നൂർ മൗലവി. പക്ഷെ അയാളിൽ വല്ല എന്തോ തരത്തിലുള്ളൊരു പ്രതീക്ഷ ഉണ്ടാവുമായിരിക്കും. 100% ഇബിലീസിന് വിധേയനായിട്ടാണല്ലോ എന്തൊക്കെയോ പറഞ്ഞു കളയുന്നത്. ഇപ്പോൾ ഒരു പുത്തൻവാദം ഇറങ്ങിയിട്ടുണ്ട്, സർവമത സത്യവാദം. അതിലെന്താ അടിസ്ഥാനമുള്ളത്? അങ്ങനെ ഇസ്ലാമിൽ ഈ ഭൂമിയിൽ ഇസ്ലാമല്ലാത്ത മറ്റൊന്നും ഉണ്ടാകാൻ പാടില്ല. ഒന്നും ഉണ്ടാവില്ലല്ലോ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആദം അലൈഹിസ്സലാമിന് തൊട്ട് തുടങ്ങുന്നതാണ് ഭൂമിയുടെ ചരിത്രം. അതിനു മുമ്പ് ഭൂമിക്ക് ചരിത്രമില്ല. ഭൂമി ഉണ്ടായിട്ടുണ്ടാവും, ചരിത്രം പറയാന്നില്ല. ഇസ്ലാമിലൊരിക്കലും കുരങ്ങ് മനുഷ്യനാവില്ല, മനുഷ്യൻ കുരങ്ങും ആവില്ല. അതൊന്നും ഉണ്ടാവില്ല. അകലെ കുറേ സിദ്ധാന്തങ്ങളിങ്ങനെ നമ്മൾ വെറുതെ നേരം കൂടാൻ വേണ്ടി വായിച്ചു കൂട്ടുക എന്നല്ലാണ്ട് സംഭവിക്കില്ല. കാരണം ആത്യന്തികമായിട്ട് ഇതിൻ്റെ പുറകിൽ അള്ളയല്ലേ ഉള്ളത്. അപ്പോൾ ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച് മനുഷ്യനായിട്ട് ഭൂമിയിലിറക്കി ഖിയാമത്ത് വരെ അവർ ജീവിക്കുന്നു. ഒരേ വേഷത്തിൽ, ഒരു മാറ്റവും ഉണ്ടാവില്ല. ലോകാവസാനം ജനിക്കുന്ന ആ മനുഷ്യനും 2 കൈയും 2 കാലും എല്ലായിട്ട് ഒരു തലയിലായിട്ട് ആദം അലൈഹിസ്സലാമിനെ പോലെ ഉണ്ടാവും. അതല്ലാണ്ട് സുന്നത്തിൽപ്പെട്ടതല്ലേ. അതിനിടയ്ക്ക് നടുക്കേ കൂടി കൊണ്ടാവുന്ന ഒരു ബാലുവായിട്ട് ഒരുത്തം വന്നിട്ട് മനുഷ്യൻ്റെ വേഷം കെട്ടിയാൽ അത് രാമാനന്ദ സാഗറിൻ്റെ മതി, നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. അത് സാമാന്യ ബുദ്ധിക്ക് ഇന്നത്തെ ദിവസം ലോകത്തിൽ ഇത്രയും നൂറ്റാണ്ടുകളായിട്ട് ഏതെങ്കിലും ഒരു ബുദ്ധിജീവി അങ്ങനത്തെ കാര്യങ്ങൾക്ക് വല്ല സപ്പോർട്ടും പറയുന്നുണ്ട്? അങ്ങനെ പറയുമായിരുന്നുവെങ്കിൽ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ് ക്രിസ്ത്യാനികൾ. അതിൽപ്പെട്ട ഒരുത്തനല്ലേ ഹൺഡ്രഡ്സ് എഴുതിയിട്ട് അതിൽ ഒന്നാമത്തെ മുഹമ്മദാന്ന് പറഞ്ഞത്. കാരണം മനസാക്ഷിയെ വഞ്ചിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജെഫ്രി ലോങ് ഇസ്ലാമിൽ വന്നിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞത് എനിക്ക് വേറെ നിവൃത്തിയില്ലാണ്ടായിപ്പോയതാണ്, ഖുർആൻ വായിക്കാനിടയായി, അതുകൊണ്ട് ഞാൻ ഇസ്ലാമിനെ അംഗീകരിക്കുന്നു. അവിടെയാണ് ഇസ്ലാമിൻ്റെ ഔന്നത്യം. അത് ബുദ്ധിയുള്ള, വിവേകമുള്ള, തൻ്റെ ഇടയുള്ള മൂത്രം കുടിക്കുന്ന ആൾക്കത് അത് സാധിച്ചോളണമെന്നില്ല അങ്ങനെ ചിന്തിക്കാൻ. കാരണം ഇന്നമൽ മുശ്രിക്കൂന നജിസുൻ, അത് അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണ്. അത് അവരുടെ ശരീരത്തിൽ മൂത്രത്തിൻ്റെ അംശമുള്ളതുകൊണ്ടൊന്നുമല്ല. ആ വിശ്വാസം ഉണ്ടല്ലോ, ശിർക്ക്, അത് നജിസാണ്. അതുണ്ടായിപ്പോയാൽ പിന്നെ മൊത്തത്തിൽ മാലിന്യമാണ്. അവരെത്ര വലിയ വർത്തമാനം പറഞ്ഞാലും കെട്ടിപ്പിടിച്ചാലൊന്നും ഒരർത്ഥവുമില്ല, അത് കഴിയില്ല. അവരെന്നെ നമ്മൾ വേണ്ട നല്ലയാളായി കാണാമെന്ന് വിചാരിച്ചാലും നടക്കില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് മാലിന്യമായി. അവർ വിചാരിക്കുകയാണ് ഞാനും നല്ല ആളാകാൻ പോവാണെന്നെല്ലാം വിചാരിച്ചുകൊണ്ട് ഒരു നന്മയുണ്ടാവില്ല. അതിന് അള്ളാഹിൻ്റെ ഹിദായത്ത് തന്നെ വേണം. തീർച്ചയായിട്ടും അള്ളാഹ് വഴി കാണിക്കണം, അവിടെ അത് വിജയിക്കുള്ളൂ. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി മൗലാന മൗദൂദ് സാഹിബിനെ കുറിച്ചൊക്കെ, മൗദൂദ് സാഹിബ് ഏതായാലും മുസൈലിമെ പോലെയോ അല്ലെങ്കിൽ മീർസാ ഗുലാമിനെ പോലെയോ ഒരിക്കലുമല്ല, മറ്റേ മൗലാന ഇല്യാസും അല്ല. അവരൊക്കെ നല്ല മനുഷ്യന്മാർ തന്നെയാണ്. പക്ഷേ ഇബിലീസ് വഴിതെറ്റിച്ചത് കൊണ്ട് ആദം നബി അലൈഹി സ്വലാമിന് വഴിതെറ്റിപ്പോയതുപോലെ, ആദം നബിയാണല്ലോ മനുഷ്യശ്രേഷ്ഠരിൽ ഏറ്റവും വലിയ മുന്തിൽ നിൽക്കുന്ന ആൾ ആദം നബിയല്ലേ. ആദം നബി വഴിതെറ്റിപ്പോയില്ലേ ഇബിലീസിൻ്റെ പ്രേരണയ്ക്ക് വിധേയനായിട്ട്. അത് വെറുതെ തെറ്റ് സംഭവിച്ചു പോകുന്ന പെശക്, അത് തിരുത്തിയില്ല. ഞാൻ നേരത്തെ മാലിക്കിൻ്റെ കഥ പറഞ്ഞില്ലേ, ഇമാം മാലിക്കിനെ ശിഷ്യൻ തിരുത്തിയ പോലെ ആ മേവാത്തിലും 10-ാം കോട്ടിലൊക്കെ മുമ്പിലിരിക്കുന്ന വേതാളങ്ങളില്ലേ, അവർ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഉസ്താദ് ഇതെങ്ങനെ ശരിയാകുക, ഇത് സുന്നത്തിന് വിരുദ്ധമല്ലേ, ഖുർആനെതിരല്ലേ,
എന്നൊരു വേതാളം പറഞ്ഞിരുന്നെങ്കിൽ മൗദൂദിയും ഇല്യാസൊക്കെ തിരുത്തുമായിരുന്നു. പറഞ്ഞില്ലേ ഇത്, യാര് ചൊൽപ്പടി നീങ്ക ചൊൽപ്പടി. മുമ്പിലിരിക്കുന്ന ഈ ചുരിദാറുണ്ടോ, നീളക്കുപ്പായോ, അവർക്ക് അതിൻ്റെ അപ്പുറം ഒന്നും അറിഞ്ഞുകൂടാ പറയാൻ. അങ്ങനത്തെ ആളെയാണ് മുമ്പിൽ ഇരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അവർ പറഞ്ഞതെല്ലാം ആപ്തവാക്യമായിട്ട് എന്തെല്ലോ വലിയ പുണ്യം ചെയ്ത പോലെയൊക്കെ വരുത്തി തീർത്തിട്ട്. ഇസ്ലാമിൽ അങ്ങനെ ഒരു പുണ്യവും ഇല്ലല്ലോ. ഇസ്ലാമിൽ ഒരു പുണ്യവും ഇല്ല. ഇസ്ലാമിൽ നമ്മുടെ ചരിത്രത്തിൽ അതാ ഞാൻ പറഞ്ഞു മെസ്സേജിൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ, മെസ്സേജിൽ കുറേ കഥാപാത്രങ്ങളെ കാണിക്കുന്നുണ്ട്. കഥാപാത്രങ്ങൾ തന്നെയാണ്, സിനിമയാണ് എല്ലാം. പക്ഷെ അതിൻ്റെ ആ അടിയിൽ അതിൻ്റെ പോയിൻ്റുകളുണ്ടല്ലോ. കാരണം അവർക്ക് വിദ്യാഭ്യാസവും പിന്നെ കൾച്ചറും എഴുതാനും വായിക്കാനൊന്നും അറിയില്ലെങ്കിലും അവരിൽ ഈമാനുണ്ടായി. ഈമാനുണ്ടാകുമ്പോൾ ആ മാറ്റം നമുക്ക് അളക്കാൻ കഴിയില്ല. അസറത്ത് ബിലാലിലും അമ്മാറിലും ഒക്കെ ഉണ്ടായ ഈമാനിക മാറ്റമുണ്ടല്ലോ, അതിനെ നമുക്ക് കണ്ടുകെട്ടാൻ കഴിയില്ല. അതങ്ങനെ നിൽക്കും, തൊടാൻ കഴിയില്ല ആർക്കും. അതാണ് ബദറിലും ഉഹദിലൊക്കെ നമ്മൾ കണ്ടത്. അപ്പോൾ അത് മെസ്സേജ് ഫിലിമിൻ്റെ പ്രസക്തി തന്നെ അത് തന്നെയാണ്. ആ 23 കൊല്ലക്കാലത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ നേതൃത്വം ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവിടുത്തെ ആ റിസാലത്ത്, അതെങ്ങനെയാണ് ജനങ്ങളിൽ ഫലിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവും ആ ഫിലിം നോക്കിയാൽ. അങ്ങനത്തെ ഒരു ജനസമൂഹം പിന്നെ ഉണ്ടായിട്ടില്ലല്ലോ. അങ്ങനത്തെ ഒരു ജനസമൂഹമോ അല്ലെങ്കിൽ ഒരു പിന്നെ സമുദായമോ ഒന്നും പിന്നെ ഉണ്ടായിട്ടില്ല, ഉണ്ടാകുകയും ചെയ്യില്ല. അത് നബിയും പറഞ്ഞാൽ നിങ്ങളാണ് ഉത്തമ സമുദായം. ഖൈറുൽ ഖുറൂനി ഖർനി. അപ്പോൾ ആ തലമുറ പോലത്തെ തലമുറ വേറെ ഉണ്ടാവില്ല. അത് അള്ളാൻ്റെ പ്രത്യേക മൊയ്ജിസാത്തായിരിക്കും എന്ന് നമ്മൾ കരുതിയാൽ മതി. പക്ഷെ അത് നിലനിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട്, ചരിത്രത്തിലേക്ക് കടന്നു പോയിട്ടുണ്ട് ചരിത്രം. അതുകൊണ്ട് സക്കാത്തിൻ്റെ കാര്യത്തിൽ എട്ടവകാശികളെ പറയുമ്പോൾ നമ്മൾ അതിശയപ്പെടാനൊന്നുമില്ല. അങ്ങനത്തെ എല്ലാം സമാന് ഇതിലേക്ക് ഒഴുകി കഴിഞ്ഞ് പോകും. അന്നേരം ചില ഘട്ടമെത്തുമ്പോൾ നമുക്ക് ചില നിയമങ്ങൾ അന്നേരം അനിവാര്യമാണെന്ന് തോന്നും. ഇപ്പം പ്രസക്തമല്ല. ഇപ്പം സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്ക് സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആർക്കാ കൊടുക്കുക, അല്ലെങ്കിൽ മുഹല്ലഫത്തെ കുലൂബിന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആർക്കാ കൊടുക്കുക, അടിമ മോചനത്തിന് കൊടുക്കുക. അടിമ മോചനത്തിന് എങ്ങനെ സക്കാത്തിൻ്റെ പണം കൊണ്ട് നിങ്ങൾ എവിടെയാണ് പോവുക? പക്ഷേ ആ അടിമ മനസ്ഥിതിയിൽ ഇപ്പോഴും അങ്ങനെ ഉണ്ട്, നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നേ ഉള്ളൂ. അതെല്ലാം ഒരു കാലത്ത് ഉണ്ടായിരുന്നതാണ്. അടിമ കച്ചവടമൊക്കെ നിലവിലുള്ളതായിരുന്നല്ലേ. അതല്ല ഈ ആദം കാലം മുതൽ ഇങ്ങോട്ടുള്ള നൂറ്റാണ്ടുകളിൽ അടിമ കച്ചവടമെല്ലാം ഉണ്ടായിട്ടില്ല. അപ്പോൾ അന്നേരം അന്നാൾക്ക് പെട്ടെന്ന് നിയമം മാറ്റാൻ പറ്റുമോ?